ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡബിൾ സൈഡ് സ്റ്റോൺ വരുന്ന ഒരു കമ്മലാണ് ചെയ്യുന്നത്. അതിന് OHP ഷീറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ 2 കളറിലുള്ള കുന്തൻ സ്റ്റോൺ, സ്റ്റഡിൻ്റെ ബേസ്, സെൻറ്ററിലേക്കായിട്ട് നമ്മൾ റൗണ്ട് ഷേപ്പിലുള്ള ഒരു കുന്തൻ സ്റ്റോൺ. ഇതിൽ മെയിൻ ഐറ്റം നമ്മുടെ ഈ ഓരോ OHP ഷീറ്റാണ് കേട്ടോ. ഇതിലാണ് നമ്മളെല്ലാം ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. നമ്മുടെ സ്റ്റഡ് ബേസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമ്മൾ ആദ്യമേ ഒന്ന് ഇട്ട് കൊടുക്കുക. നമ്മൾ ആദ്യമേ ഇട്ടാലും ലാസ്റ്റിൽ നമുക്ക് ഒന്നും കൂടി ചെയ്യേണ്ടി വരും. എങ്കിലും നമുക്കത് എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് സെൻറ്ററിൽ നമ്മൾ ഇതുപോലൊരു ഹോൾ ഇട്ട് കൊടുക്കുക. ഇത് നമ്മളെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. സ്റ്റോണൊക്കെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ സെൻറ്ററിൽ നമ്മുടെ സ്റ്റഡ് ബേസ് ഇട്ട് കൊടുക്കാനാണ് നമ്മൾ ഈ ഒരു ഹോൾ ഇട്ടിരിക്കുന്നത്. ഇനി ഈ ഒരു ഹോളിൻ്റെ കുറച്ച് വിട്ടിട്ട് ചുറ്റുമായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ സ്റ്റോണുകൾ ഒട്ടിച്ചെടുക്കുകയാണ്. ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാനും പറ്റും, നമുക്ക് വെറൈറ്റി ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും. കാരണം ഡബിൾ സൈഡ് കമ്മലൊക്കെ വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് പൈസയുടെ മാത്രമല്ല നമ്മുടെ ഇഷ്ടത്തിന് ഉള്ള ഡിസൈനുകളിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. അപ്പോൾ നമ്മളിത് ഗ്ലൂ അപ്ലൈ ചെയ്ത് സെൻറ്റർ ഒഴിവാക്കിയിട്ടിട്ടാണ് കേട്ടോ ഗ്ലൂ ഇട്ടിരിക്കുന്നത്. ഇനി അതിലേക്ക് നമ്മുടെ സ്റ്റോൺ നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷേപ്പ് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു. നിങ്ങൾക്ക് ഏത് ഷേപ്പിലുള്ള സ്റ്റോണുകൾ എടുത്തിട്ടും നമുക്ക് ഈ ഒരു രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ സ്റ്റഡ് എങ്ങനെ വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ഏത് ഷേപ്പുള്ള കുന്തൻ വേണം, ഏത് ഷേപ്പിലുള്ള ഇത് വേണമെന്ന്. സെൻറ്ററിൽ നമുക്കിതുപോലെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ചെയ്യാമെന്ന് മാത്രം. നമ്മൾ ഈ ഒരു മോഡൽ ചെയ്യുമ്പോൾ ആ ഒരു സെൻറ്ററിൽ നമ്മൾ ആ ഒരു ഹോൾ ഇട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ ആ ചുറ്റുമായിട്ട് ഒരു ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ട് സ്റ്റോണുകൾ ഏത് സ്റ്റോണായാലും ഒട്ടിച്ചു കൊടുക്കാം. അത് റൗണ്ടിൽ ഒട്ടിച്ചെടുത്തിട്ട് സൈസൊക്കെ നമുക്ക് വേണമെങ്കിൽ വലുതാക്കാം. ഈ ഒരു സ്റ്റോൺ മാത്രമല്ല, ഇതിൻ്റെ ചുറ്റും വേണമെങ്കിൽ സ്റ്റോൺ ചെയിനോ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു സ്റ്റോണുകളോ ഒക്കെ ഒട്ടിച്ചു കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഹാങ്ങിങ്സ് ഒക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഹാങ്ങിങ്സ് ഞാനിവിടെ ചെയ്തിട്ടില്ല. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ ആ ഒരു ടൈം എപ്പോഴാണ് നമ്മളത് ചെയ്യാന്നുള്ളത് ആ സമയത്ത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കുക. സെൻറ്ററിൽ ആ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മളിതൊക്കെ ഒന്ന് സ്റ്റോണൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ 2 സ്റ്റോണും 2 OHP ഷീറ്റിലാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി ഇതൊക്കെ ഒട്ടിച്ചതിന് ശേഷം നമുക്കൊന്ന് വെച്ച് നോക്കാം ഈ ഗ്യാപ്പ് കറക്റ്റ് അല്ലേ എന്നുള്ളത് കണ്ടോ. അത് കറക്റ്റായിട്ട് സെൻറ്ററിലെ സ്റ്റഡ് നിൽക്കും. ഇനി എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഈ ഒരു സ്റ്റഡിൻ്റെ ബേസ് ഇട്ട് കൊടുത്തിട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഒറ്റ സ്റ്റഡ് ബേസ് വെച്ചിട്ട് ഞാൻ കേട്ടോ ഇത് ചെയ്യുന്നത്. ബാക്കിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും നമുക്ക് ഇടാവുന്ന രീതിയിൽ ആണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് അടുത്ത പീസിൽ നമ്മൾ ആ ഓറഞ്ച് കളർ ചെയ്യണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇത് രണ്ടും കൂടി വെച്ചിട്ട് നമുക്കത് കറക്റ്റായിട്ട് കിട്ടണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് പോയിൻ്റ് ചെയ്ത് കൊടുക്കാം. സെൻറ്ററിൽ വെച്ചിട്ടൊന്ന് പോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ചെയ്തിട്ട് അത് വെച്ചിട്ടായാലും പോയിൻ്റ് ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് ആ ഒരു കറക്റ്റ് ആ സെൻറ്റർ അറിയാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒട്ടിച്ച് കൊടുക്കേണ്ടത് എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. സ്റ്റഡ് ബേസ് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം. അതിൻ്റെ ഗ്യാപ്പ് നമ്മൾ സൂചി വെച്ച് കുത്തിയാലും നമുക്ക് അത്രയും വലിയ ഹോള് കിട്ടില്ലല്ലോ. അപ്പോൾ സ്റ്റഡ് ബേസും കൂടി ഇട്ടിട്ടൊന്ന് ആ ഹോള് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇനി ഇതിന് ചുറ്റും നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു ഗ്യാപ്പ് അവിടെ ഇട്ടിട്ട് വേണം നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. പിന്നെ നമ്മൾ ഗ്രീൻ ഒട്ടിച്ചതിൻ്റെ ഓറഞ്ച് കളർ സ്റ്റോണാണ് നമ്മൾ ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നത്. സെയിം അതേപോലെ തന്നെ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫസ്റ്റ് സ്റ്റഡിൽ എത്ര സ്റ്റോൺ എടുത്തോ അത്രയും സ്റ്റോൺ തന്നെ നമ്മുടെ ഈ ഒരു ഷീറ്റിലേക്കും എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം എന്നാലും നമുക്കത് ഒട്ടിച്ച് കൊടുക്കുമ്പോൾ 2 സൈഡ് ലെവലായിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ ഇത് ഒട്ടിച്ചതിന് ശേഷം രണ്ടും വെച്ചിട്ട് നമ്മളൊന്ന് ലെവലാക്കി കൊടുക്കുകയും വേണം. ഇല്ലെങ്കിൽ ഒരെണ്ണത്തിൻ്റെ മുകളിൽ ഒരെണ്ണം ഒട്ടിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വരുമ്പോൾ അത് ഭംഗിയില്ലാണ്ടോ കയറി ഇറങ്ങി നിൽക്കും. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. എത്ര സ്റ്റോണാണോ നമ്മൾ ഫസ്റ്റ് ഷീറ്റിൽ ഒട്ടിച്ചത് അത്രയും സ്റ്റോൺ തന്നെ ഇവിടെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി അത് ലെവലാക്കി കൊടുക്കുക. അതുപോലെ സെൻറ്ററിലെ ഹോള് സെൻറ്ററിലായിട്ട് വരുന്ന രീതിയിൽ വേണം. നമ്മൾ സ്റ്റോൺ ഒട്ടിച്ച് പോകുമ്പോൾ സൈഡിലേക്കൊന്നും പോകരുത്. അപ്പോൾ അതും ശ്രദ്ധിക്കണം. ഡ്രൈ ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സെൻറ്ററിൽ നമ്മുടെ സ്റ്റഡിൻ്റെ ബേസ് ഇതുപോലെ ഇട്ടിട്ട് നമ്മൾ നോക്കണം കറക്റ്റ് സെൻറ്ററിലല്ലേ അത് വന്നിരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ അതും ശ്രദ്ധിക്കണം. ഇനി ഇത് രണ്ടും നന്നായിട്ട് ഡ്രൈ ആവാനായിട്ട് മാറ്റി വയ്ക്കുക. ഞാൻ എന്നും പറയുന്ന പോലെ ഒരു 24 hours കഴിഞ്ഞിട്ട് നിങ്ങളത് ചെയ്യാവൂ. നമ്മളിപ്പോൾ ക്ലാസ്സിന് വേണ്ടി കാണിച്ച് തരുമ്പോൾ നമുക്ക് അത്രയും ടൈം എടുക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അങ്ങനെ തന്നെ ചെയ്യണം. ഇനി ഇത് രണ്ടും വെച്ചിട്ട് നമ്മൾ സെൻറ്ററിൽ ഒന്ന് വെച്ച് നോക്കുക അത് കറക്റ്റ് സെൻറ്ററിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത്. ഇല്ലെങ്കിൽ നിങ്ങൾ സൂചി വെച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഹോൾ ഉണ്ടാക്കിയല്ലോ അതൊന്നും കൂടി ഒന്ന് ഹോൾ കുത്തി കൊടുത്താൽ മതി കേട്ടോ. അത് കറക്റ്റ് അല്ലെങ്കിൽ അപ്പം ഒന്ന് ലെവലാക്കി കൊടുത്താൽ മതി. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കാൻ ഞാൻ ഈ ഒരു കട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് നമുക്ക് ഇതുപോലത്തെ OHP ഷീറ്റൊക്കെ കട്ട് ചെയ്യാൻ എളുപ്പം. ആ കർവുകളൊക്കെ നമുക്ക് കറക്റ്റ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഫുള്ള് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ട ഇതുപോലെ ആ ഒരു ഗ്യാപ്പൊക്കെ നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ സൈഡൊക്കെ നല്ലപോലെ ലെവലാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്ത പീസ് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം.
എടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു കമ്മലിൻ്റെ ഫൈനൽ ലുക്ക് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. അതുപോലെ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ചോളൂ. അപ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇതിന് മുമ്പ് നമ്മൾ ചാനലിൽ ഒരുപാട് ജ്വല്ലറീസും ഹെയർ ആക്സസറീസും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫ്രീ ക്ലാസ്സും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിലുണ്ട്. ജ്വല്ലറി ക്ലാസ് എന്നൊന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ പ്ലേലിസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. നമ്മളെ മെറ്റീരിയൽ ഇൻട്രൊഡക്ഷൻ മുതൽ എങ്ങനെയാണോ ഒരു ക്ലാസ് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ടവരെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ഇതാ നമ്മുടെ 2 സ്റ്റഡിൻ്റെ ബേസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. അതുപോലെ വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് നമുക്ക് ലെവലായിട്ട് വന്നിട്ടുണ്ട്. ഇല്ലെങ്കിലാണ് നമുക്കവിടെ അത് കറക്റ്റായിട്ട് കിട്ടാതിരിക്കുക. അപ്പോൾ ഞാനത് പറഞ്ഞ കറക്റ്റ് സ്റ്റോണൊക്കെ ഒട്ടിക്കണമെന്ന്. ഇനി രണ്ടും കൂടി വെച്ചിട്ട് നമ്മൾ ആ ഹോള് കുത്തിയത് ഒന്നും കൂടി ഒന്ന് കുത്തി ഒക്കെ ലെവലാക്കി കൊടുക്കുക കേട്ടോ. കറക്റ്റ് രണ്ടും ഒരേപോലെ വന്നിട്ടില്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഫസ്റ്റിൽ ചെയ്താലും നമ്മൾ ലാസ്റ്റിൽ ഇതുപോലെ ഒന്ന് കുത്തി ആ ഹോള് കറക്റ്റാക്കി കൊടുക്കുക. ഇനി ഈ ഒരു ടൈമിലാണ് നമുക്ക് ഹാങ്ങിങ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കുക. അതായത് നമ്മളിപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടി ഒട്ടിക്കും. അപ്പോൾ ഒട്ടിക്കുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ചെറിയ ഐപ്പിനെ കട്ട് ചെയ്ത് നിങ്ങൾ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ നമ്മളിവിടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തു. സെൻറ്ററിൽ ആ ഒരു ഹോൾ ഒഴിവാക്കിയിട്ട് ഗ്ലൂ ബാക്കി എല്ലായിടത്തും അപ്ലൈ ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് സ്റ്റഡിൻ്റെ ബേസ് ഇടുമ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ കുത്തിയ ഹോൾ ഒഴിച്ചിട്ട് ബാക്കി എല്ലായിടത്തും അപ്ലൈ ചെയ്യുക. ഇവിടെ നമ്മൾ ഐപ്പിനെ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. താഴേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടി ഒട്ടിച്ച് കഴിഞ്ഞാൽ ഐപ്പിന് അതിൻ്റെ ഉള്ളിൽ സെറ്റായിട്ടുണ്ടാവും. ഈ ഐപ്പിനിൽ നമുക്ക് ഗുങ്കുരൂസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹാങ്ങിങ്സോ ഒക്കെ ഇട്ട് കൊടുക്കാം. അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഞാനത് ചെയ്ത് കാണിച്ചിട്ടില്ല. അപ്പോൾ അത് ആ ഒരു രീതിയിലാണ് നിങ്ങൾ ചെയ്തെടുക്കേണ്ടത്. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്റ്റഡിൻ്റെ ബേസ് ഇട്ട് നമ്മുടെ കമ്മൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ സ്റ്റഡിൻ്റെ ബേസ് ഒന്നും കൂടി വെച്ച് നോക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വന്നിട്ടില്ലേ നോക്കുക. കണ്ട കറക്റ്റ് സെൻറ്ററിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കാം. ഞാനിവിടെ സെൻറ്ററിലെ കുന്തൻ സ്റ്റോൺ തന്നെയാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സെൻറ്ററിലെ സ്റ്റോണുകൾ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ആക്കി കൊടുക്കാം കേട്ടോ. സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുന്നത് ചേഞ്ച് ആക്കി അതായത് ഓരോ സ്റ്റഡുകൾ നമുക്ക് മാറ്റി ഒട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പല കളറിൽ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതും ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ 2 സൈഡിൽ നമുക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. 2 സൈഡിൽ നിന്ന് വെച്ച് നോക്കണം. ഒരു സൈഡ് മാത്രം നോക്കിയാൽ പോരാ. കാരണം 2 സൈഡും ശരിയായിട്ട് വരണമല്ലോ. ഇനി നമ്മൾ ഈ ഒരു കുന്തനാണ് ഈ ഒരു സ്റ്റഡിൻ്റെ ബേസ് വഴിക്ക് ഒട്ടിച്ച് കൊടുക്കുന്നത്. ജസ്റ്റ് അതൊന്ന് ഒട്ടിച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കമ്മൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അഭിപ്രായം പറയാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അഭിപ്രായം പറയാൻ ആരും മടിക്കണ്ട കേട്ടോ. എന്തെങ്കിലും ചേഞ്ചസ് വീഡിയോസിൽ വരുത്തണമെന്നുണ്ടെങ്കിൽ അതും പറഞ്ഞോളൂ. ഇതാ നമ്മുടെ സെൻറ്ററിൽ നമ്മൾ സ്റ്റോൺ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് സെൻറ്ററിലൊന്ന് വെച്ച് നോക്കാം. ഡ്രൈ ആയതിന് ശേഷം തന്നെ വെക്കുക. ഇപ്പോൾ ഞാൻ വേറൊരു സ്റ്റഡ് ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഈ ഒരു സ്റ്റഡ് ഞാൻ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഈ സ്റ്റഡിൻ്റെ മേക്കിംഗ് വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. വേണ്ടവരൊന്ന് കയറി കണ്ടു നോക്കിക്കോളൂ. കണ്ടോ നന്നായിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് ആ സ്റ്റഡ് അങ്ങനെ നിൽക്കുന്നത്. കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട്. അതും ഒരു ഭംഗിയാണ് 2 സൈഡിൽ നിന്നും. അപ്പോൾ നമ്മുടെ സ്റ്റഡ് നമ്മുടെ ഡ്രൈ ആയി കഴിയുമ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. നമ്മൾ ചെറിയൊരു സ്റ്റോൺ മാത്രമാണല്ലോ സെൻറ്ററിൽ ഒട്ടിച്ച് കൊടുത്തത്. അതും ഇതിന് ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു കമ്മൽ ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പത്തിൽ ചെയ്യാനും പറ്റും. നമുക്ക് ഡബിൾ കളറായിട്ട് ഡ്രസ്സിന് മാച്ച് ചെയ്തൊക്കെ ചെയ്ത് കൊടുക്കാനും പറ്റും. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ നമുക്കിനി അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.